റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ അമ്മ സിനിമാ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് അമ്മ എന്ന സിനിമാ സംഘടന ഉണ്ടാകുന്ന കാലത്ത് നമ്മൾ പറയാം മമ്മൂക്കയും ലാലേട്ടനെയും പോലുള്ള ഒരുപാട് ആൾ, ടി.പി. മാധവനെ പോലുള്ള അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇരുന്നിട്ടുള്ളതാണ് എന്താ പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുന്നത്. കാര്യം അമ്മ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ഉയർന്ന രണ്ട് പദവി എന്ന് പറയുന്നത് ഒന്ന് പ്രസിഡന്റും ഒന്ന് ജനറൽ സെക്രട്ടറിയാണ്. അവിടെ വൈസ് പ്രസിഡന്റും അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി അങ്ങനെ കുറേ ട്രഷററും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം ഏതൊരു സംഘടനയുടെ ആയാലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കും ഏതാണ്ട് അതേ പ്രാധാന്യം തന്നെയാണ്. പക്ഷെ നമ്മളിങ്ങോട്ട് നോക്കുമ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് വരുമ്പം അമ്മ സംഘടനയുടെ ഏറ്റവും മികച്ച പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സിനിമാ നടീനടന്മാരുടെ ഇടയിലും അല്ല പൊതുജനങ്ങളുടെ ഇടയിലും അല്ല, അതായത് സിനിമയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലും എല്ലാം അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയും അമ്മ സംഘടനയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രസിഡന്റ് ആയിരുന്നത് ശ്രീ ഇന്നസെന്റ് തന്നെയാണെന്ന്. കാര്യം അതേപോലൊരു പ്രസിഡന്റ് അല്ലെങ്കിൽ അതേപോലൊരു സംഘാടകൻ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ ഏറ്റവും ഉയർന്ന രീതിയിലൊരു സംഘടനയെ മുന്നോട്ട് നയിക്കാൻ ഇന്നസെന്റിന് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. കാര്യം ഇന്നസെന്റിനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള ഏറ്റവും ഉയർന്ന രണ്ട് ആൾക്കാർ തന്നെയാണ് മമ്മൂക്കയും ലാലേട്ടനും. ഈ മമ്മൂക്കയും ലാലേട്ടനെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന അതായത് നടീനടന്മാരുടെ സംഘടനയിൽ പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റുള്ള നമ്മുടെ സിനിമയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾക്കും അറിയാവുന്നതാണ്. മമ്മൂക്കയും ലാലേട്ടനെയും ഒരുപോലെ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ കാര്യമല്ല. അതൊക്കെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആൾ ഇന്നസെന്റ് മാത്രമാണ്. ഇപ്പോഴത്തെ അതായത് പിന്നീട് നമുക്കറിയാം ഇപ്പം ഇന്നസെന്റ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെയാണ് മമ്മൂക്ക അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നത്. പിന്നെ ചില ദിലീപിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളിൽ മമ്മൂക്ക അക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ പുറത്ത് ഇനി അത്തരത്തിലുള്ള ഒരു ഭാരവാഹിത്വത്തിലേക്ക് ഇല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പോലും താൻ ഇല്ല എന്നുള്ള രീതിയിലേക്ക് മമ്മൂക്ക പിന്മാറുകയും ഇന്നസെന്റിന് ശേഷം ലാലേട്ടൻ അതിൻ്റെ ഒരു പ്രസിഡന്റായി വരികയും ചെയ്തു. പിന്നെ ഇപ്പോൾ ലാലേട്ടനും ഇപ്പം ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ സംഘടനയിലുള്ള ഒരുപാട് നടന്മാർക്കെതിരായിട്ടുള്ള ചില ആരോപണങ്ങൾ മറുപടി പറഞ്ഞും അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിന്നുമൊക്കെ ലാലേട്ടനും മടുത്തു. ഇപ്പൊ ലാലേട്ടനും ഇനി ഇപ്പൊ ഈ സംഘടനയായിട്ട് അതായത് ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ ലാലേട്ടന് വേണ്ട, അതായത് പ്രത്യേകിച്ച് പ്രസിഡന്റോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറോ അങ്ങനെയൊന്നും ലാലേട്ടന് വേണ്ട എന്നുള്ള രീതിയിൽ ലാലേട്ടനും മാറാൻ പോകുന്നു, അല്ലെങ്കിൽ ലാലേട്ടൻ ഇനി ഇതിനോട് മുന്നോട്ടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ സംഘടനയുടെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പം യോജിക്കുന്നതും അല്ലെങ്കിൽ വിയോജിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം 2 ദിവസം മുമ്പ് ഒരു വാർത്താ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ഒരു വീഡിയോയിൽ നിന്ന് അമ്മ സംഘടന നിലനിൽക്കുന്നതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത്തരത്തിലുള്ള വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മ സംഘടന അതായത് ഒരുപാട് വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനിയിപ്പോൾ സിനിമയിലൊന്നും കാര്യമായിട്ട് അഭിനയിക്കാൻ പറ്റാത്ത വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്ത പഴയ നടന്മാർക്ക് അല്ലെങ്കിൽ പഴയ താരങ്ങൾക്ക് 5000 രൂപ വെച്ച് കൈനീട്ടം കൊടുക്കുന്നു, അവർക്ക് മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞറിയാം. അപ്പോൾ പ്രത്യേകിച്ച് നിലവിലുള്ള കമ്മിറ്റി മാറിയിട്ട് ഒരു അഡ്വോ കമ്മിറ്റി വരുമ്പം പോലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതായത് കൈനീട്ടം എന്ന് പറയുന്ന ഒരു പെൻഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ളത് മുടങ്ങരുത് എന്നുള്ള ആഗ്രഹം സിനിമാ രംഗത്തുള്ളവർക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ മുടങ്ങുന്നെങ്കിൽ സിനിമാ രംഗത്ത് നിൽക്കുന്ന ഇപ്പോൾ മമ്മൂക്ക ലാലേട്ടനെ പോലുള്ളവരെ വിമർശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാർ പുറത്തു ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പം ഒരു മാസം പോലും മുടക്കമില്ലാതെ അവരുടെ കൈനീട്ടം കൃത്യമായിട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ പ്രകാരം ഇവരുടെ ബൈലോയിൽ അമ്മയുടെ ബൈലോ എന്ന് പറയുന്നതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കൈനീട്ടം വാങ്ങിക്കുന്ന ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ മാത്രമേ പാടുള്ളെന്നല്ല അധികാരമുള്ളൂ. നേരെ മറിച്ച് അവർക്ക് ഇതിൻ്റെ ഒരു ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കാനുള്ള യാതൊരുവിധ അധികാരങ്ങളും അവകാശങ്ങളും ഇല്ല എന്നുള്ള രീതിയിൽ. അതിന് ചിലപ്പോൾ അമ്മ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കാര്യം ഈ വാർദ്ധക്യത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ കൂടുതൽ മുന്നോട്ട് വരാൻ പറ്റാത്ത പ്രത്യേകിച്ച് സിനിമ ഇല്ലാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാരണങ്ങളാൽ മരുന്നും മറ്റും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ഇപ്പോൾ ഭാരവാഹിത്വത്തിലോട്ട് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അവർക്ക് ഇനി ഒന്നും അത് ചെയ്യാനുള്ള ഒരു ആരോഗ്യം അവരെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അമ്മ സംഘടനയുടെ ബൈലോയിൽ അത്തരത്തിലുള്ള ഒരു കാര്യം എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പം അവർ വിചാരിക്കുന്നത് കൈനീട്ടം വാങ്ങിക്കുന്നതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ദാനം വാങ്ങിക്കുന്നതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പെൻഷൻ വാങ്ങിക്കുന്നതിനുള്ളതിൻ്റെ പുറത്ത് അവർക്ക് ഈ സംഘടനയ്ക്കകത്ത് ഒരു ഭാരവാഹിയാവാൻ യാതൊരുവിധ അവകാശങ്ങളും ഇല്ല
എന്നുള്ള രീതിയിലാണ് പുറത്തുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിനെ ചർച്ച ചെയ്യുന്നത്. കാര്യം അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കോ അല്ലെങ്കിൽ അതിനും മുകളിലേക്കൊക്കെ വരണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ പെൻഷൻ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ഒരു കൈനീട്ടം വാങ്ങിക്കുന്നു. കൈനീട്ടം എന്ന് പറയുന്ന വാക്കായിരിക്കും എനിക്ക് തോന്നുന്നത് കൂടുതൽ ശരി. കൈനീട്ടം വാങ്ങിക്കുന്നതിൻ്റെ പുറത്ത് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ, അതായത് ഒരു സാധാരണ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ വന്ന് വോട്ട് ചെയ്തിട്ട് പോകാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഈ ആരോഗ്യമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അമ്മയുടെ കൈനീട്ടം നിലവിൽ വാങ്ങിക്കാത്ത നടീനടന്മാരുടെ മുമ്പിൽ കൈനീട്ടം വാങ്ങിക്കുന്ന ആൾക്കാർ ഏതാണ്ടൊരു മോശമായിട്ടാണ് മറ്റുള്ളവർ അവരെ കാണുന്നതെന്നുള്ള രീതിയിൽ ഒക്കെ ഉള്ളൊരു തോന്നലിലേക്ക് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഈ ഒരു പ്രശ്നത്തിനെ കൊണ്ടെത്തിക്കുന്നുണ്ട്. നിലവിൽ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ബൈലോയ്ക്കകത്ത് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ യൂട്യൂബിലുള്ള ചില വീഡിയോകളുടെ പുറത്താണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് തീർത്തും തെറ്റ് തന്നെയാണ്. കാര്യം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും മാറി നിൽക്കുന്നുവെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കണക്ക് ഭാരവാഹിത്വത്തിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൈനീട്ടം വാങ്ങിക്കുന്നതിൻ്റെ പുറത്ത് മാത്രം അവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അവരെ ഒഴിച്ചു നിർത്തുക അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. ഒരു പക്ഷേ ചിലപ്പം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവർ മത്സരിക്കുന്നെങ്കിൽ മത്സരിച്ചവരുടെ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അറിയാമല്ലോ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു സംഘടനയെ മുന്നോട്ട് നയിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണ്ട എന്ന് വോട്ട് ചെയ്യുന്ന നടീനടന്മാർക്ക് അറിയാമല്ലോ. പക്ഷേ കൈനീട്ടം വാങ്ങിക്കുന്നതിൻ്റെ പുറത്തു മാത്രം അത്തരത്തിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അമ്മ സംഘടന വിലക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ബൈലോയിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമപ്രകാരം അത് വിലക്കുന്നുവെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് അറിയില്ല. അത്ര വിലക്കുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമല്ല, വളരെ മോശമായിട്ടുള്ള കാര്യം. ആൾക്കാരെ രണ്ട് രീതിയിൽ ഒരു രണ്ടാം കിടക്കാരായിട്ട് അല്ലെങ്കിൽ രണ്ടാം തരക്കാരായിട്ട് അവിടെ കാണുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കൈനീട്ടം വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ സമയം കഴിഞ്ഞു. താങ്ക് യു.